പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലവിൽ സ്കൂൾ തീ കരോ ക്യാമ്പയിൻ മികച്ച സ്കൂളുകൾ കരുത്തുറ്റ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികം ആഘോഷിക്കുന്ന കാലത്താണ് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സ്കൂളുകളിലേക്ക് അഭിജിത്ത് ദീപ്കയും സംഘവും എത്തുന്നത്. സ്കൂൾ തീ കരോ, അതായത് സ്കൂളുകൾ നന്നാക്കുക എന്ന പേരിലാണ് ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ഈ ക്യാമ്പയിൻ അതായത് സ്കൂളുകളിൽ നേരിട്ടെത്തി, ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ നേരിട്ടെത്തി അവിടുത്തെ കുട്ടികളുമായും അവിടുത്തെ അധ്യാപകരുമായിട്ടൊക്കെ സംസാരിച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ചയാക്കി പരിഹാരം കാണുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഇവർ ലക്ഷ്യമിടുന്ന കാര്യം. മികച്ച സ്കൂളുകൾ കരുത്തുറ്റ ഭാരതം എന്നുള്ളതാണ് CJP ഉയർത്തുന്ന മുദ്രാവാക്യം. പുതിയ പാർലമെന്റ്, പ്രധാനമന്ത്രിക്ക് പുതിയ വസതി, എന്തുകൊണ്ട് പഴയ സ്കൂളുകൾ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നമുക്ക് പുതിയ പാർലമെന്റ് പണിയുന്നു, പ്രധാനമന്ത്രിക്ക് പുതിയ വസതി ഉണ്ടാകുന്നു, എന്തുകൊണ്ട് പക്ഷേ ഈ രാജ്യത്ത് പുതിയ സ്കൂളുകൾ ഉണ്ടാകുന്നില്ല? ഈ ഒരു ചോദ്യമാണ് പ്രധാനമായും CJP ഉന്നയിക്കുന്ന കാര്യം. അഭിജിത്ത് ദീപ്കെ ഇക്കാര്യം വളരെ ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. സ്വന്തം നാട്ടിൽ മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളിൽ ഹിൻഗോളയിലെ സൻറ്റൂഖ് പ്രീയിലെ സ്കൂളുകളിൽ അഭിജിത്ത് ദീപ്കെ തുടക്കമിട്ട ക്യാമ്പയിന് രാജ്യമെങ്ങും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. സ്കൂളുകളിൽ സൗകര്യങ്ങളില്ല എന്നുള്ള പ്രശ്നം ഇപ്പോൾ തന്നെ അവിടുത്തെ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ പ്രത്യേകിച്ച് വലിയ സൗകര്യങ്ങളില്ല, മോശം ശുചിമുറികളാണ് അവിടെയുള്ളത്, ക്ലാസ് റൂമുകളിൽ മതിയായ സൗകര്യമില്ല, അതേപോലെ തന്നെ മദ്യപിച്ചതിന് ശേഷം പഠിപ്പിക്കാൻ എത്തുന്ന അധ്യാപകർ. ഇത് പറയുന്നത് അവിടുത്തെ കുട്ടികൾ മാത്രമല്ല, കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒന്നടങ്കം പറയുന്ന കാര്യങ്ങളാണ്. അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്നലെ തുടങ്ങിയ ഈ ക്യാമ്പയിന് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സ്കൂളുകളിൽ പരിശോധന നടത്തി. പല സ്കൂളുകളിലും ക്ലാസുകളിലും പ്രാഥമികമായും വേണ്ട സൗകര്യങ്ങൾ പോലും ഇല്ലെന്ന് രക്ഷിതാക്കളും കുട്ടികളും പരാതിയുമായി എത്തി. പലയിടങ്ങളിൽ നോക്കൂ, ശുചിമുറികൾ പോലുമില്ല. ഉള്ള സ്ഥലങ്ങളാകട്ടെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ്. അഭിജിത്തിന്റെ സ്വന്തം ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ പ്രിൻസിപ്പലിനെതിരെ സ്ഥിരം മദ്യപാനം ഉൾപ്പെടെയുള്ള പരാതിയാണ് രക്ഷിതാക്കൾക്കുണ്ടായിരുന്നത്. പ്രിൻസിപ്പലിന്റെ അടക്കം എല്ലാ പരിശോധനയുടെയും ദൃശ്യങ്ങൾ അഭിജിത്ത് ദീപ്കയും CJPയും പുറത്തുവിട്ടു. നമുക്കതിൽ ചില പ്രതികരണങ്ങൾ കേൾക്കാം, ചില ദൃശ്യങ്ങൾ കാണാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും സ്കൂളുകളുടെയൊക്കെ ഒരു അവസ്ഥ. പതിവ് പോലെ തന്നെ ഈ ഒരു വിഷയം പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ, ദൃശ്യങ്ങളും പ്രതികരണവും ഒക്കെ പുറത്തെത്തിച്ചതിന് പിന്നാലെ BJPയുടെ ആക്രമണവും രൂക്ഷമാണ്. BJP ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലെ ക്യാമ്പയിനിന്റെ ഭാഗമായി മുൻപ് പഠിച്ച സ്കൂളിൽ പരിശോധനയ്ക്ക് പോയ CJP പ്രവർത്തകന്റെ പിതാവിനെ ഗുണ്ടകൾ വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്തി കളഞ്ഞു. ഒരു യുവാവിനും പരിക്കേറ്റു. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി. CJP പ്രവർത്തകനായ അബ്ദുൽ ഹാഫിസ് പറഞ്ഞു, BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി അഭിജിത്ത് ദീപ്കയും രംഗത്ത് വന്നു. നല്ല സ്കൂൾ ആവശ്യപ്പെട്ടതിന് ഒരു യുവാവിനെ ആക്രമിക്കുകയായിരുന്നു BJP ഗുണ്ടകളെന്നും ഇനിയും പോരാട്ടം തുടരുമെന്നും അഭിജിത്ത് ദീപ്കെ പറയുകയുണ്ടായി. CJP പ്രവർത്തകർ ബംഗാളിലേക്ക് പോയി കുടുംബത്തിന് പിന്തുണ നൽകുമെന്നും അഭിജിത്ത് ദീപ്കെ പറഞ്ഞിട്ടുണ്ട്. പതിവ് പോലെ സമൂഹ മാധ്യമങ്ങളിൽ അഭിജിത്ത് ദീപ്കെ അധിക്ഷേപിച്ച് BJP പ്രവർത്തകരും രംഗത്ത് വരുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളിലേക്കും വിശകലനത്തിലേക്കും കൂടി ഞാൻ പോവുകയാണ്. രുചീഷ് പി രവീന്ദ്രൻ എനിക്കിപ്പം തത്സമയം ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. രുചീഷ് പി രവീന്ദ്ര, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സൈദലക്ഷ്മി. ഗുഡ് ഈവനിങ്. ഇപ്പം ഈ ജൻസി യുവാക്കളെ ആകെ ഇളക്കിമറിച്ച് രാഷ്ട്രീയം സംസാരിപ്പിച്ച ഒരു സംഘമാണ് CJP. അവർ ഇപ്പോൾ ജൻ ആൽഫയിലേക്ക് കൂടി വരികയാണ്.
തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അത് നല്ല സ്കൂളുകൾ ഉണ്ടായാലാണ് നല്ലൊരു രാജ്യത്തിന്റെ അടിത്തറ ഉണ്ടാവുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രത്യേകിച്ച് 80ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു പുതിയ ക്യാമ്പയിന് തുടക്കമിട്ടത്. അത് നമ്മൾ എല്ലാവരും തന്നെ നമ്മളുടെ പഴയ സ്കൂളുകളിലേക്ക് പോകണം എന്ന തരത്തിലാണ് അഭിജിത് ദീപ്കെ ഇതാദ്യം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് ഒപ്പമുള്ള അനുയായികളോടൊക്കെ ഇത് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്കൂളുകളിലേക്ക് പോകുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അവിടെയുള്ള കുട്ടികൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പണ്ട് പഠിച്ച സ്കൂളിലേക്ക് എത്തുന്ന ഒരു സന്തോഷത്തിൽ അദ്ദേഹം സ്വാഭാവികമായി ആ നാട്ടിലെ ഒരു വലിയ ഒരു സ്റ്റാറായി മാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുന്ന കുട്ടികൾക്ക് വലിയ സ്വീകരണമാണ് നടത്തിയത്. പക്ഷേ ആ സ്കൂളിലെ പരിശോധനയിൽ കാണുന്നത് സ്വന്തം സ്കൂളിൽ പോലും നല്ല ഒരു സൗകര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അത് കൃത്യമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പങ്കുവച്ചു. ഇതേ കാര്യങ്ങൾ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ CJP പ്രവർത്തകർ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു കൊലപാതകത്തിന്റെ കേസ് കൂടി പുറത്തുവരുന്നത്. അത് പശ്ചിമ ബംഗാളിലാണ്. അവിടെയും CJP പ്രവർത്തകർ പറയുന്നത് ഇത് തുടരും. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായി തടയാനുള്ള ശ്രമം ഉണ്ടായാലും ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകും. രാജ്യത്തെ മുഴുവൻ സ്കൂളുകളിലും നല്ല സൗകര്യങ്ങൾ ഉണ്ടാകണം. അവർ എടുത്തു പറയുന്ന കാര്യം നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ പാർലമെന്റും പുതിയ പ്രധാനമന്ത്രിക്ക് പുതിയ വസതിയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നല്ല സ്കൂളുകൾ ഉണ്ടാകണം എന്ന ആശയം കൂടി ഉണ്ടാകണം. ഇത് സ്കൂളുകൾ ശരിയാക്കുക എന്ന തരത്തിൽ ആ പേര് തന്നെ ആ രീതിയിലാണ്. അത് ആ ക്യാമ്പയിൻ എല്ലാവരും ഏറ്റെടുക്കണം എന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്കൂളുകളിൽ കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം വേണം. അതോടൊപ്പം ഒരു വൃത്തിയുള്ള അന്തരീക്ഷം വേണം. കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് വളരണം. അവർക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നു. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ മാസമൊക്കെ കണ്ടത് നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ തുടങ്ങിയ ഒരു ചർച്ച എന്ന തരത്തിലാണ് വിദ്യാർത്ഥികൾ ഒത്തുകൂടിയത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് അഭിജിത് ദീപ്കയുടെ കേസിൽ അദ്ദേഹം വിദേശത്ത് നിന്ന് തിരിച്ചെത്തി ആ ഒരു വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. ആ സമയത്ത് ഇതോടെ തന്നെ ഇത് അവസാനിക്കും എന്നായിരുന്നു പലരും കരുതിയത് എങ്കിൽ അത് ആ ഒരു വിഷയത്തിൽ മാത്രം നിൽക്കുന്നില്ല. ഇവിടെ അത് സ്കൂളിന്റെ വിഷയത്തിലേക്ക് വരുന്നു. അതേ ഘട്ടത്തിൽ തന്നെ അഭിജിത് ദീപ്കെ പറയുന്നത് സാധാരണ ആശുപത്രികളിലേക്ക് കൂടി ഞങ്ങളുടെ ക്യാമ്പയിൻ മാറുകയാണ്. കാരണം സാധാരണക്കാർ ഏറെ വരുന്ന ആശുപത്രികളിലേക്ക് കൂടി ഞങ്ങളുടെ ക്യാമ്പയിൻ മാറും എന്ന് പറയുന്നു. കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് CJP വെറും ഒരു രാഷ്ട്രീയ സംഘം എന്ന് പറയുന്നതിനപ്പുറം അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു രാജ്യത്തെ ഭരണാധികാരികൾ ഏത് രീതിയിൽ ഇടപെടണം എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് വിവിധ വിഷയങ്ങളിലേക്ക് CJP മാറുകയാണ്. അതൊരു രാഷ്ട്രീയ മുന്നേറ്റമായി തന്നെ ഇനിയും തുടർന്നും ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് CJP നൽകുന്നത്. നിശ്ചയമായും രജേഷ് വീരേന്ദ്രൻ, അതിനെ നമ്മൾ അങ്ങനെ തന്നെ വിലയിരുത്തണം. ഈ പറയുന്നത് പോലെ തന്നെ ഈ ക്യാമ്പയിൻ രാജ്യത്തിന് നൽകുന്ന ഒരു സന്ദേശം അത് അത്രയും വലുതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഓരോന്നിനും വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പൊങ്ങുന്നത് അല്ലേ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പുതിയ മന്ദിരങ്ങൾ വരുന്നു, പുതിയ സ്മാരകങ്ങൾ പണിയുന്നു, ഈ ഓരോ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നു അതിനൊക്കെ വേണ്ടി ഫലകങ്ങൾ വയ്ക്കുന്നു, അതിനുവേണ്ടി ഓരോ കുറ്റികൾ സ്ഥാപിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ രാജ്യത്തിനെ അടുത്തതായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട യുവതലമുറയ്ക്ക് അവർക്ക് പഠിക്കാൻ പോലും ഒരു മികച്ച സൗകര്യം ഒരുക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെയാണ് CJP ഇപ്പോൾ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്.